ഹേയ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗുഡ് മോർണിംഗ്. ആൻഡ് ഞാൻ ഇന്നലെ അജുവിൻ്റെ ഫ്ലാറ്റിലായിരുന്നു. അത് എൻ്റെ ഒരു ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളതാണ്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. എനിവേ ഞാൻ രാവിലെ എണീറ്റപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു, മഴയുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ആൻറ്റിമാർ ക്ലീനിങ്ങിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവരെ ഒരു ബുദ്ധിമുട്ടിക്കണമെന്ന് വെച്ചാണ് ഞാൻ എണ്ണീറ്റത്. അങ്ങനെ രാവിലെ തന്നെ എണ്ണീറ്റു, ബെഡൊക്കെ മടക്കി വെച്ചു. നമ്മൾ വേറൊരു വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇച്ചിരി ഡീസൻ്റ് ആവുമെന്ന് വെച്ചാൽ നല്ലതല്ലേ. എനിവേ ബെഡൊക്കെ മടക്കി വെച്ചു. അപ്പോൾ തന്നെ ഞാൻ നോക്കുമായിരുന്നു ഇവർ ക്ലീൻ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. ഭയങ്കര അടിപൊളിയായിട്ടാണ് ഇവർ ക്ലീൻ ചെയ്യുന്നത്. ഓരോ മൂലയിലും പോയി ക്ലീൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഷൂറാക്കൊക്കെ മാറ്റിയിട്ട്, അങ്ങനെ സാധാരണ അത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാനൊക്കെയാണെങ്കിൽ ക്ലീൻ ചെയ്യുമ്പോൾ ഷൂറാക്കൊന്നും മാറ്റാണ്ട് അവിടെ കാണുന്ന പൊടികൾ മാറ്റാന്നേ ഉള്ളൂ. ഇവർ പക്ഷെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ബാൽക്കണിയിലിട്ട് ഇറങ്ങിയപ്പോൾ ഭയങ്കര കാറ്റുണ്ട്, നല്ല രസമാണ് അവിടെ കാണാൻ. ആക്ച്വലി ഇവിടെ ഇങ്ങനെ ഗ്രൂപ്പ് സിറ്റിംഗ് ഏരിയ ആൻഡ് ഓൾ. ഇവിടെ താഴെയാണ് എൻട്രൻസ്. അത് രാജഗിരി സ്കൂളോ കോളേജോ എന്താണ്. ഇത് ആക്ച്വലി വരുന്നത് രാജഗിരി തന്നെയാണ്. ഇതെല്ലാം ഒന്ന് അറ്റാച്ച്ഡായി കിടക്കാണെന്ന് തോന്നുന്നു. പിന്നെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടി പോകുന്ന കാണാം. ഇവിടെ ഒന്ന് നിൽക്കാൻ ഭയങ്കര പീസാണ് കേട്ടോ, ഭയങ്കര പീസ്ഫുള്ളായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനിത് ഫസ്റ്റ് ടൈം അല്ല ഇവിടെ വരുന്നത്. ഞാൻ ബർത്ത്ഡേ ഒക്കെ നടന്നില്ലായിരുന്നു കഴിഞ്ഞിടയ്ക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ, അതിന് വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് അടിപൊളിയാണ്, നല്ല രസമുണ്ട്, ഭയങ്കര സമാധാനം. രാവിലെ തന്നെ എണീറ്റപ്പോഴേ ഞാൻ ആക്ച്വലി ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങോട്ടെന്നുള്ള വീഡിയോ ഒക്കെ വരുന്നുണ്ട്. കുറച്ച് ബിസി ആയിരുന്നു, ബട്ട് ഇത് അടിപൊളിയാണ്. നല്ല തണുപ്പ്. ഇത്രയും ബ്ലാ 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 പറഞ്ഞത് പല്ല് തേക്കതാണ് ഗൈസ്. അപ്പോൾ ഞാൻ പോയിട്ട് ബ്രഷ് ചെയ്തിട്ട് വരാം. എനിക്ക് ക്യാമറ വെക്കുന്ന ട്രൈപോഡ് ഞാൻ എടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടന്ന് ബ്രഷൊക്കെ ചെയ്യാൻ പാടായതുകൊണ്ട് തന്നെ നമുക്ക് ബ്രഷ് ചെയ്തിട്ട് വരാം. ഫോണിൽ ചാർജില്ലാത്തതുകൊണ്ട് തന്നെ കുത്തിയിട്ടിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് നേരം പുറത്ത് പോയിരിക്കാമെന്ന്. അപ്പം ഞാനിങ്ങനെ ജനലിലോട്ട് നോക്കിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോഗൊക്കെ വന്ന കണക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മഴയാണ്, ഫോഗ് വന്ന പോലെ നമുക്ക് തോന്നിയതാണ്. പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത്, എൻ്റെ കണ്ണാടി ഞാൻ വെച്ചിട്ടില്ല ഗൈസ്. ഈ കണ്ണാടി വെക്കാത്തതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ കണ്ണിലുണ്ടായി. ഞാൻ പെയ്യെ പറയാം. എൻ്റെ കണ്ണ് നോക്കിയാലറിയാം, കണ്ണിലാണ് മത്തങ്ങ പോലത്തെ കുരു വന്ന് നിൽപ്പുണ്ട്. വേറൊന്നുമല്ല, ഈ പൊടിയുടെയും, കൊച്ചിയിലല്ലേ ഞാനിപ്പോൾ, അപ്പോൾ പൊടിയുണ്ട് നന്നായിട്ട്, എല്ലായിടത്തും പൊടിയുണ്ട്. പിന്നെ ഇവിടെ കുറച്ചുകൂടെ പൊടിയാണല്ലോ. അയ്യോ ഇടി വെട്ടിയതാണ് ഗേസ്, പേടിക്കണ്ട. എനിവേ നല്ല പൊടി ആയതുകൊണ്ട് തന്നെ എനിക്ക് കണ്ണിന് കുരുക്കൾ ഇടയ്ക്ക് വരുന്നു. അപ്പോൾ അത് സർജറി ചെയ്ത് നീക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. മരുന്ന് കഴിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് കണ്ണിൽ മരുന്നൊഴിക്കണം. കണ്ണിൽ മരുന്നൊഴിക്കാൻ എടുത്തപ്പോൾ ട്രൈപോഡ് കൊണ്ടുവരാത്തതുകൊണ്ട് തന്നെ ഒരു കയ്യിൽ ഈ ക്യാമറയും പിടിച്ചുകൊണ്ട് ഒഴിപ്പ് കുറേ പാടുപെട്ടു ഞാൻ. അവസാനം ഞാൻ ഒഴിച്ചിട്ട് നിങ്ങളെ കാണിക്കാം. യെസ്, എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഒഴിച്ചിട്ട് നിങ്ങളെ കാണിക്കാം. അങ്ങനെ കണ്ണിൽ മരുന്നൊക്കെ ഒഴിച്ച് കണ്ണാടിയൊക്കെ വെച്ച് ഇരുന്ന സമയത്താണ് ഇവിടെ വന്നിരിക്കാൻ ഭയങ്കര പീസ്ഫുള്ളാണ്. അപ്പോഴാണ് എൻ്റെ കണ്ണിൽ ഞാൻ കണ്ണ് നോക്കിയത്, മത്തങ്ങ പോലെ ആയിട്ടുണ്ട് ആ കുരു. ശരിക്കും നല്ല നീര് വെച്ചിരിക്കുമായിരുന്നു ആ കുരു. ഈ കുരു ശരിക്കും പറഞ്ഞാൽ ഈ കുരു പോകുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു ആണി ഈ കണ്ണിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അത് സർജറി ചെയ്ത് മാറ്റണമെന്നാണ് ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞത്. ഞാൻ 2-3 ഡേയ്സ് ആയിട്ടേ ഉള്ളൂ മരുന്ന് എടുക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ നല്ല കുറവുണ്ട്, പക്ഷേ പെയിനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് കണ്ണിലൊന്നും ഇടാൻ പറ്റില്ല, അത്രയും ക്ലീനായിട്ട് സൂക്ഷിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മരുന്ന് ഒഴിക്കുക. അപ്പോൾ ഞാൻ ഭയങ്കര ഓക്കെയാണ്, ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാര്യം എനിക്കായിട്ടൊരു സമയം ഞാൻ കണ്ടെത്തുക, അവിടെ വന്നിരിക്കുക, ചുമ്മാ മിണ്ടാണ്ടായിരിക്കുന്നു. ഒരു പാട്ട് പോലും ഞാൻ വെക്കാറില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ നേച്ചറിൻ്റെ സൗണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മഴയ്ക്ക് മുന്നേ ഉള്ള ശബ്ദം, അല്ലാണ്ടുള്ള കിളികളുടെ ശബ്ദം. ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്താ ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പീസ് പിടിക്കാൻ നിൽക്കുകയും അതോടൊപ്പം തന്നെ ഏറ്റവും പീസ് ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ടേ ഞാൻ നിൽക്കത്തുള്ളൂ. എനിക്ക് ഒരിക്കലും അങ്ങനെയുള്ള സന്ദർഭം കിട്ടാറില്ല. ഞാൻ പക്ഷേ പീസ് പിടിക്കാനാണ് ശ്രമിക്കാറ്. നോക്കിയപ്പോൾ നല്ല മഴ പെയ്യാനായിട്ട് വിതുമ്പി നിൽക്കുകയാണ് മേഘം. അടിപൊളിയായിരുന്നു കാണാൻ. ആർക്കൊരു സംശയം വരില്ല. ഗുഡ് മോർണിംഗ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അകത്ത് കയറി വന്നു. എനിക്ക് എക്സാം കൂടിയാണല്ലോ, അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് വായിക്കാമെന്നും പറഞ്ഞ് ഇരുന്നതാണ്. പക്ഷേ ഇതിലൊരു ട്വിസ്റ്റൊക്കെ വരുന്നുണ്ട്, നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. കുറച്ച് നേരം ഇത് വായിച്ചു, അപ്പോഴാണ് അജു വന്നത്.
ശരിക്കും പറഞ്ഞാൽ ആൾ ക്യാമറ ഓൺ ചെയ്ത കാര്യമൊന്നും അറിഞ്ഞില്ല കേട്ടോ. ഇപ്പോൾ കണ്ടോണേ. പുള്ളിക്കാരി വലിയ കാര്യത്തെ എന്താ ഇവിടെ നീ എന്തോ പഠിക്കുവാണോ സന, നിനക്ക് എന്ത് പറ്റി സന എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് നിന്ന് കുറേ കോക്കാമ്പീച്ചുകളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നാണ് പുള്ളിക്കാരി നോട്ടീസ് ചെയ്ത് ഈ ക്യാമറ ഇവിടെ വെച്ചേക്കുന്നത്, നീ എന്തുവാ അജു ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കും. പിന്നെ ഇപ്പം നാണമായതുകൊണ്ട് തന്നെ ഡാൻസ് കളിച്ചില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേരം പുറത്തോട്ടിരിക്കാമെന്ന് വിചാരിച്ച് പോയപ്പോൾ അടിപൊളി മഴ പുറത്ത്. അപ്പോൾ ശീതം അടിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു അകത്ത് തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. കാര്യം എനിക്ക് ടാബ്ലറ്റ് കൂടെ കഴിക്കേണ്ടതുകൊണ്ട് എന്നോട് പറഞ്ഞു സന ബ്രെഡ് ഉണ്ട്, ഇല്ല ചിക്കൻ കറിയും മട്ടൻ കറിയൊക്കെ വെച്ചാണൊക്കെ സന ബ്രെഡ് ഉണ്ട്. പിന്നെ ഒരു ബ്രെഡും കഴിച്ചു. ഞാനിപ്പോൾ ഒരു ബ്രെഡേ കഴിച്ചുള്ളൂ കേട്ടോ, എനിക്ക് വിശപ്പ് അധികം ഇല്ലായിരുന്നു. ഞാനിപ്പോൾ വെള്ളമാണ് കുടിക്കൽ, ഞാൻ കാപ്പി ചായ അങ്ങനെയൊന്നും കുടിക്കുന്നില്ല. ഇപ്പോഴത്തെ എൻ്റെ പുതിയ റൊട്ടീനാണ് ഗസ്. പിന്നെ കുറച്ച് നേരം ഗെയിമൊക്കെ കളിച്ചു. അത് കഴിഞ്ഞ് ഉച്ചയായി, എന്നിട്ട് 12 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് നമ്മുടെ പൊറോട്ടയും മീൻ കറിയും ചിക്കൻ കറിയും വാങ്ങിച്ച് അത് കഴിച്ചു. അപ്പം മോർണിംഗ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ, കാര്യം കുറച്ച് തിരക്കാണ് ഇന്നത്തെ ദിവസം. ഞാൻ പറഞ്ഞില്ലേ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. സോ ദിസ് വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഞാൻ വിചാരിച്ചിരുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ക്യാച്ച് ചെയ്യാമെന്നാണ്, പക്ഷേ സാഹചര്യ സമ്മർദ്ദം എനിക്ക് അതിന് വിപരീതമായി ഗൈസ്. സോ ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ ദ മോർണിംഗ് പോലത്തെ, ലൈക്ക് ഒരു ഡേ മോർണിംഗ് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഒരു മോർണിംഗ് ഇവിടെ കഴിയാൻ പോവാണ്. വേറെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വ്ളോഗ് ചെയ്യാനുള്ള ഒരിതില്ല. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്തേക്ക് കേട്ടോ. ബൈ.